ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നമ്മളൊരു മിനി വ്ളോഗ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പാലക്കാട് ആനിക്കോട് ഒരു പ്യൂബർട്ടി ഫംഗ്ഷന് വന്നിരിക്കുകയാണ്. അത് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇതേ സ്കൂള് നല്ല അടിപൊളിയായിരുന്നു. സരസ്വതി ദേവിനെയൊക്കെ കുളത്തിൽ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അവിടെ പോയപ്പോൾ എൻ്റെ റിലേഷനിലുള്ള ഒരു ചേച്ചി വറ്റൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനിയല്ല കേട്ടോ, ഒരു സംരംഭമാണ്. അവിടെ വർക്ക് ചെയ്യുന്നത് മുകളിൽ വെയിലത്ത് വറ്റലൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ തരം പപ്പടം വറ്റൽ, ഇങ്ങനെ മുറുക്ക് പോലത്തെ വറ്റൽ, അങ്ങനെ. അപ്പോൾ അത് കാണാൻ പോയി. പിന്നെ അരിമാവ് കൊണ്ട് അരച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സൂപ്പറായിട്ട് നല്ല സംരംഭം, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇത് തോന്നി. കുറച്ച് പേർക്ക് നല്ല തൊഴിൽ, നല്ലൊരു സംരംഭം തന്നെ. അങ്ങനെ അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും മണ്ഡപത്തിലേക്ക് പോയിട്ട്, മണ്ഡപമല്ല സ്കൂള്, അങ്ങനെ സ്കൂളിൽ പോയി അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് സദ്യയാണ് നല്ലത് കേട്ടോ. ഈ ബിരിയാണി അതൊന്നും എനിക്കിഷ്ടമല്ല. സദ്യയാണ് നല്ലത്. അടിപൊളി സാമ്പാറും ചോറൊക്കെ കൂട്ടി ഒരു സദ്യ. തിരിച്ച് വരുന്ന സമയത്ത് രാമശ്ശേരി വഴിയാണ് കേട്ടോ വന്നത്. അപ്പോൾ വയറൊക്കെ ഫുള്ളായതുകൊണ്ട് നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചില്ല. നേരത്തെയൊക്കെ കഴിച്ചിട്ടുണ്ട്, എന്നാൽ കൂടെ കുട്ടികൾ ഒന്നുകൂടി കഴിക്കണം എന്ന്, കുട്ടികളെയും കൂട്ടി കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ വയറ് ഫുള്ളാണ്. അപ്പോൾ ഇനി ഒരു ദിവസം വഴി വരുന്ന സമയത്ത് കഴിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ കുന്നാച്ചി വഴി വന്നപ്പോൾ ഒരു അടിപൊളി കാഴ്ച ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് അടിപൊളിയാണ് അല്ലേ. നമ്മൾ പാടം വഴി ഇങ്ങനെ വരുമ്പോഴേ നല്ല തണുത്ത കാറ്റും നല്ല രസമുള്ള ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ പാലക്കാട് തണുപ്പാണ്. ഇപ്പോൾ ഊട്ടി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ വൈകുന്നേരം അങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു വൈബായിരുന്നു. ദേ ഒരു കാളവണ്ടി കണ്ടു, അപൂർവമായിട്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.